ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠയോടനുബന്ധിച്ച് എല്ലാ ദേഷ്യവും തീർക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാ അല്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, കാണുന്നില്ലേ? പക്ഷേ ഈ സമയത്ത് പോലും 4 ശങ്കരാചാര്യന്മാർ ആ ക്ഷണം സ്വീകരിച്ചിട്ടില്ല. 4 മഠങ്ങളാണുള്ളത് ഇന്ത്യയിൽ. 4 ശങ്കരാചാര്യന്മാരാണുള്ളത്. ശൃംഗേരി, പുരി, ഉത്തരാഖണ്ഡ്, ഇങ്ങനെയുള്ള 4 മഠങ്ങൾ. അവിടുത്തെ ഏറ്റവും വലിയ ഹിന്ദു പുരോഹിതന്മാർ ഈ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നില്ല. ഇനി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷ മുന്നണിയുണ്ട്. അതിലെ 28 പാർട്ടിക്കാരും അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ ചിന്തിക്കൂ. അപ്പോൾ ഈ ശ്രീരാമൻ ഇത് ഒരു വിഭാഗത്തിൻ്റെ ശ്രീരാമനാണ്, ഒരു വിഭാഗത്തിൻ്റെ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ നേട്ടം. 2024 വരാൻ പോകുന്ന എലക്ഷൻ്റെ പ്രചരണമാണ് നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ മതാചാര്യന്മാർ ഗർഭഗൃഹത്തിൽ കടക്കുന്നില്ല. സാധാരണ ഒരു കട്ടിൽ വെപ്പുണ്ടെങ്കിൽ മുസ്ലിയാക്കന്മാർ പോയാ വെക്കേണ്ടത് അല്ലേ? ഇത് നോക്ക്, ഹിന്ദു സന്യാസിമാർ അവിടെ വരുന്നില്ല. പിന്നെ ആരാ വരുന്നത്? യോഗി ആദിത്യനാഥ്, പിന്നെ മോഡി അല്ലേ? അത് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്കാര് മതി? ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹു മതി. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അവൻ ഏറ്റവും നല്ലവനാണ്. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നാം വിശ്വസിച്ച, നാം മുറുകെ പിടിക്കുന്ന, നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന റബ്ബ് നിഅമൽ മൗല, നല്ല യജമാനനാണ്. നിഅമൻ നസീർ, നല്ല സഹായിയുമാണ്. അള്ളാഹുവിൻ്റെ സഹായം ആദർശ സമൂഹമായ ഇന്ത്യയിലെ 25 കോടി മുസ്ലിമീങ്ങൾക്കുണ്ടാകും. അള്ളാഹുവിനെ മുറുകെ പിടിക്കണം, അവനിലേക്ക് നമ്മൾ അടുക്കണം. സുഹൃത്തുക്കളെ, നോക്ക് നിങ്ങൾ, എന്താണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്? എവിടെയും അധർമ്മമാണ്, അധാർമികതയാണ്, അഴിമതിയാണ്, കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളുമാണ് എവിടെ നോക്കിയാലും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് ഭൂമി മുഴുവനും അക്രമങ്ങൾ കൊണ്ട് നിറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മഹ്ദിയു മിന്നാ, ഇമാം മഹ്ദി അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്. യംലഉൽ അർള ഖിസ്തൻ വ അദ്ലാ, ഭൂമി മുഴുവനും നീതി കൊണ്ട് നിറയ്ക്കും. കമാ മുലിഅതു ളുൽമൻ വ ജൗറാ, ഭൂമിയിൽ അക്രമവും അരാജകത്വവും നിറയ്ക്കപ്പെട്ട് കഴിഞ്ഞ് അജ്ലൽ ജബ്ഹ അഖ്നൽ അൻഫ്, നെറ്റി വീതി കൂടിയ ആളാണ്, മൂക്ക് വളഞ്ഞു കൂർത്ത വെളുത്ത സുന്ദരനാണ്, സുറുമയിടപ്പെട്ട കണ്ണുകളാണുള്ളത്, മെലിഞ്ഞയാളുമാണ്. ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്ന ഹദീസുണ്ട്. ഇമാം മഹദിയുടെ കാലത്ത് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഒരു സ്ഥലത്ത് ദുആ ചെയ്തപ്പോൾ ഒരാൾ ആമീൻ പറഞ്ഞില്ല, ഒരു ചെറുപ്പക്കാരനാ. ഞാൻ നീ എന്താ ആമീൻ പറയാഞ്ഞത്? പൊന്നുസ്താദെ, ഇമാം മഹദി വന്നാൽ ദജ്ജാൽ വരും, ദജ്ജാൽ വന്നാൽ പിന്നെ കൊല്ലാൻ ഈസാ നബി വരണം, ഇതൊന്നും കാണാനുള്ള തൊലിക്കട്ടി എനിക്കില്ല. അങ്ങനെയുണ്ട്. പേടിച്ച് ഒരു പേടിക്കുന്ന സാധനം അല്ലേ? നിങ്ങൾക്ക് ഇമാം മഹദിയെ കാണണോ മക്കളെ? ചെറിയൊരു ചങ്കിടിപ്പുണ്ട് അല്ലേ? നിങ്ങളൊക്കെ ഖുർആൻ കാണാതെ പഠിക്കുന്ന മക്കളല്ലേ? ഉഷാറായിട്ട് പഠിക്കുമോ? ഞാനിപ്പോൾ ഓതിയതുപോലെ ഓതുവോ? എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ഞാൻ ഖിറാത്ത് നടത്തിയപ്പോൾ എനിക്ക് HMD വാച്ചാണ് കോട്ടയത്തെ വ്യാപാരികൾ ഗിഫ്റ്റായിട്ട് തന്നത്. HMD വാച്ച്, മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ഹാഫിളീങ്ങളാകണം, ആലിമീങ്ങളുമാകണം. ഒരു ഒരു ഡിഗ്രിയും വേണ്ടേ? ഇൻഷാ അല്ലാ അതൊക്കെ സമ്പാദിച്ചൊരു പള്ളിയിലെ ഉസ്താദാകുമ്പോൾ നിങ്ങളുടെ ഖിറാത്ത് കേൾക്കാൻ ആളുകൾ ബൈക്ക് എടുത്ത് വരും. 2-3 കിലോമീറ്റർ വന്ന് സുബഹിക്ക് കൂടുന്ന ആളുകളെ എനിക്കറിയാം. ഞാൻ ഈ കോതോട് പെരുമ്പടപ്പിൽ വാളിന് വന്നു. അപ്പോൾ താമസിച്ച വീട്ടുകാരൻ പറഞ്ഞു, നമുക്കൊരു 3 കിലോമീറ്ററേ ഉള്ളൂ പെരുമ്പടപ്പ് വലിയ പള്ളിയിൽ പോകാം, അവിടെ ഇമാം ഹാഫിള. അപ്പം തന്നെ ഞങ്ങൾ കാറെടുത്തു. പെരുമ്പടപ്പ് വലിയ പള്ളി വന്നപ്പോൾ ഉണ്ട് നല്ല ഖിറാത്ത്, വന്നത് മുതലായി. മനസ്സിലായില്ലേ? ഇന്നക്കും തുഹിബ്ബൂനൽ ഖിറാത്ത് ഇഷ്ടപ്പെടുന്നവരല്ലേ അല്ലേ? നല്ല കാര്യമാണോ? ചിരിക്കുന്നത്. അള്ളാഹു താല പടച്ചവൻ ഇൻഷാ അല്ലാഹ് കൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ ഖുർആൻ മുറുകെ പിടിച്ചോ.
ദജ്ജാൽ അതിൻ്റെ സമയത്ത് വരും, ഇമാം മഹദി അതിൻ്റെ സമയത്ത് വരും. ഇനി നമുക്ക് മഹദിയെ പറ്റി പറയാം. ഇമാം മഹദി വരുന്നതിന് മുമ്പ് 3 പശ്ചാത്തലം ഉണ്ടാകണം, 3 കാരണങ്ങൾ ഉണ്ടാകണം. അതുണ്ടായിട്ടേ ഇമാം മഹദി വരൂ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഹത്താ, മുത്തുനബി പറയുകയാണ്, യൂപ്രട്ടീസ് നദി ഹത്താ യഹ്സിറൽ ഫുറാത്തു അൻ ജബലിൻ മിൻ ദഹബ്, സ്വർണത്തിന്റെ ഒരു പർവ്വതത്തെ പുറത്ത് കാണിക്കുന്നത് വരെ, ഫമൻ ഹളറഹു ഫലാ യഖുനു മിൻഹു ശൈആ, ആരവിടെ എത്തിയാലും ആ സ്വർണത്തിന്റെ മലയിൽ നിന്ന് ഒന്നുപോലും എടുത്തു പോകരുത്. യുഖ്തലു മിൻ കുല്ലി മിഅത്തിൻ 99, 100-ൽ 99 പേരും കൊല്ലപ്പെടും. ഫുറാത്ത് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, യൂപ്രട്ടീസ്. അതിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക്, നീര് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. അപ്പോൾ അത് സ്വർണത്തിൻ്റെ ഒരു മലയങ്ങോട്ട് പുറത്തേക്ക് കാണിക്കും. അത് ഇമാം മഹദി വരുന്നതിന് മുമ്പ് നടക്കണം. ഇതൊന്നാമത്തെ അടയാളമാണ്. രണ്ടാമത്തെ അടയാളം, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സതുസാലിഹൂന റൂമ സുൽഹൻ ആമിനാ വതഗ്സൂന അൻതും വഹും അദുവ്വൻ മിൻ വറാഇഹിം വഫീ റിവായത്തിൻ അദുവ്വൻ മിൻ വറാഇക്കും, നിങ്ങളും പാശ്ചാത്യരും ക്രിസ്ത്യാനികളും കൂടി ഒരുമിച്ച് ഒരു മസ്ലഹത്ത് നടത്തും, ഒരു സന്ധി. നിങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളും പാശ്ചാത്യ ക്രൈസ്തവരും കൂടി ഒരു സന്ധി നടത്തും. എന്നിട്ട് നിങ്ങളും അവരും ഒരുമിച്ച് ഒരു പൊതുശത്രുവിനോട് യുദ്ധം ചെയ്യും. അവരുടെ പിന്നിലുള്ള, ഒരു റിവായത്തിൽ നിങ്ങളുടെ പിന്നിലുള്ള, അവരുടെ പിന്നിലുള്ള, നിങ്ങളുടെ പിന്നിലുള്ള. ഇനി വീട്ടിൽ പോയിട്ട് ഗ്ലോബ് എടുത്തിട്ട് നോക്കുക. അവരുടെ പിന്നിലുള്ള, പാശ്ചാത്യരുടെ പിന്നിലുള്ള, നിങ്ങളുടെ പിന്നിലുള്ള ഒരു ശത്രു. അതാരായിരിക്കും ഇസ്മായിൽ ഉസ്താദെ? ഉസ്താദ് ഔറൻ ചിന്തിച്ചത് മനസ്സിലായി. ആരായിരിക്കും? ചൈനയോ ഇറാനോ? എനിക്കിപ്പം തോന്നുന്നു അമേരിക്ക ആയിട്ടാ. അവരുടെ പിന്നിൽ, നിങ്ങളുടെ പിന്നിൽ. അതാരാ അവിടെ ഉള്ളത്? ആരാ ഉസ്താദ്? അല്ല, അമേരിക്ക അല്ലേ? സാധ്യതയാണ്, അള്ളാഹുവിൻ്റെ റസൂല് വ്യക്തമാക്കിയിട്ടില്ല ആരാണ് ആ ശത്രു. യുദ്ധം ചെയ്യും. ആര് ജയിക്കും? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആ യുദ്ധത്തിൽ ജയിക്കും. വതസ്ലമൂൻ വതഗ്നമൂൻ വതൻസിലൂന ബിമർജിൻ ദീ തുലൂൽ, പച്ചപ്പുല്ല് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് വന്ന് നിങ്ങൾ വിശ്രമിക്കും. നിങ്ങൾ ഗനീമത്ത് വാരിക്കൂട്ടും. നിങ്ങളും പാശ്ചാത്യരും യുദ്ധത്തിൽ വിജയിക്കുമ്പോൾ ഫയഖൂമു ഇലൈഹി റജുലും മിൻ അഹ്ലിൻ നസ്രാനിയ, ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു ജുന്തി, ഒരു പട്ടാളക്കാരൻ എഴുന്നേക്കും. യർഫഉ സ്വലീബ്, കുരിശ് ഉയർത്തിപ്പിടിച്ചിട്ട് പറയും, അലാ ഗലബസ് സ്വലീബ്, ഇന്നത്തെ യുദ്ധത്തിൽ വിജയിച്ചത് ക്രിസ്ത്യാനികളാണെന്ന് പറയുമ്പോൾ ഫയഖൂമു ഇലൈഹി റജുലും മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ എഴുന്നേൽക്കും. ഫയഖ്തുലു, അയാളെ കൊന്നുകളയും. ഇങ്ങനെ ഒരു അവിവേകം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഫയദുക്കൂന്നും റിവായത്തിലുണ്ട്, കുരിശനെ ഓടിച്ചു കളയും, അയാളെ കൊല്ലും. പറഞ്ഞത് അത്ര മോശമല്ലേ? എല്ലാവരും കൂടെ യുദ്ധം ചെയ്തിട്ട് ജയിച്ചത് ഞങ്ങൾ ഒറ്റയ്ക്കാന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പൊ എന്ത് സംഭവിക്കും? മുത്തുനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഹീന ഇദിൻ തഗ്ദിറുർ റൂം, റോമക്കാർ ഈ സുൽഹ്, ഈ സന്ധി പൊളിച്ചിട്ട് അവരുടെ നാട്ടിലേക്ക് പോകും. വതജ്മഊൻ വതഅതൂനകും, അവർ ചെന്നിട്ട് പട്ടാളക്കാരെ ഒരുമിച്ച് കൂട്ടും. നിങ്ങളുടെ അടുത്തേക്ക് അവർ വരും. എത്ര കാലം കഴിഞ്ഞ് വരും? അവര് കദരി ഹംലിൽ ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്ന സമയം 9 മാസം കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും. കണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണക്കേ. അത് വഹി കൊണ്ട് പറയുന്നതല്ലേ മുത്തുനബി. തെറ്റുവോ? ഇല്ലല്ലോ. ഒമാ എന്തിക്കോ അനിൽ ഹവ, സ്വന്തം ഇഷ്ടപ്രകാരം നബി മൊഴിയാറില്ലല്ലോ. വയഅതൂനകും തഹത 80 ഗായ, തഹത കുല്ലി ഗായത്തിൻ 12,000. 80 കമാൻഡർമാരുടെ പിന്നിൽ പാശ്ചാത്യർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓരോ കമാൻഡറുടെ പിന്നിലുമുണ്ട് 12,000, 12,000 മിലിറ്ററി പട്ടാളം. കണ്ടോ? പാശ്ചാത്യർ നിങ്ങളുടെ അടുത്തേക്ക് വരും 80 കൊടികളുടെ പിന്നിൽ. ഓരോ കമാൻഡറുടെ പിന്നിലും 12,000 പട്ടാളം. 4ാം ക്ലാസ്സിൽ വെച്ച് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കാത്ത 10ാം ക്ലാസ് വരെ കൊണ്ടുപോയവർക്ക് ആ കണക്ക് കൂട്ടാൻ പറ്റും. 9,60,000 പട്ടാളം.
ഇനി ഒരു സ്വലാത്തിയല്ല അള്ളാഹുവിൻ്റെ റസൂൽ, ആ സ്വലാത്ത് ഒരു സ്വലാത്തായിരിക്കണം അല്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 9,60,000 പാശ്ചാത്യൻ പട്ടാളം നിങ്ങളുടെ അടുത്തേക്ക് വരും. എവിടെയാണ് അവർ വരുന്നത്? അവർ വന്നിട്ട് യുദ്ധം ചെയ്യുമോ? എത്ര ദിവസം യുദ്ധം ചെയ്യും? മുസ്ലിം പട്ടാള ക്യാമ്പ് എവിടെയാണ്? എല്ലാം ഹദീസിന്റെ താളുകളിലുണ്ട്. ആ യുദ്ധത്തിന്റെ പേരാണ് മൽഹമത്തുൽ കുബ്ര. ഇമാം മുസ്ലിം, ബുഖാരി, മിഷ്കാത്ത് ഒക്കെ ഉണ്ട്. ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ 3-ാം ലോക മഹായുദ്ധത്തെ പറ്റി മൽഹമത്തുൽ കുബ്ര എന്നാ പറയുന്നത്. ഒരു വലിയ യുദ്ധം വരാനുണ്ട്. ആ യുദ്ധത്തെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തതും മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. ക്രിസ്ത്യാനികൾക്കും അറിയാം, ജൂതന്മാർക്കും അറിയാം. ക്രിസ്ത്യൻ കുട്ടികൾ പറയും, ഓ ജീസസ് കം, യേശുവെ വന്നാലു. കണ്ടോ, ഈസാ നബി വരാനെടുത്തു. ഈസാ നബി വരണമെങ്കിൽ ദജ്ജാൽ വരാനെടുത്തു അല്ലേ? ദജ്ജാൽ വരുന്നത് എപ്പോഴാ? ഇമാം മഹദിയുടെ ലാസ്റ്റ് സമയത്താണ്. ഇമാം മഹദിയും ഈസാ നബിയും ഒന്നിച്ച് കുറച്ചു കാലം താമസിക്കും. ഈസാ നബി ഭരിക്കുന്ന സമയത്ത് ഇമാം മഹദി വഫാത്താകും, ബൈത്തുൽ മുഖദ്ദസിൽ ഖബറടക്കും. ഈസാ നബി വന്നു കഴിഞ്ഞ് കല്യാണം കഴിക്കും. 2 ആൺകുട്ടികൾ ഉണ്ടാവും. മുഹമ്മദ്, മൂസ എന്ന് പേരിടും. എല്ലാം ഹബീബായ റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നു സഹോദരങ്ങളെ, നമുക്ക് പറഞ്ഞു തന്നു. ആമിന ബീവിയുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ. മുത്തുനബി പറഞ്ഞു, ലാ തഖൂമു സാഅതു ഹത്താ യൻസില റൂമു ബിദാബികിൻ ഔ ബിൽ അഅമാക്. സഹീഹായ ഹദീസാണ്. പാശ്ചാത്യൻ പട്ടാളം ദാബിക്കിലോ അഅമാകിലോ ഇറങ്ങാതെ ലോകം അവസാനിക്കുകയില്ല. ഫുസ്താത്തുൽ മുസ്ലിമീന യൗമൽ മൽഹമത്തിൽ കുബ്റാ ബി അർലിൻ യുഖാലു ലഹാ അൽ ഗൂത. മുസ്ലിമീങ്ങളുടെ പട്ടാള ക്യാമ്പ് അൽ ഗൂത എന്ന ഗ്രാമത്തിലായിരിക്കും. വഫീഹാ മദീനത്തുൻ, അവിടെ ഒരു പട്ടണമുണ്ട്. യുഖാലു ലഹാ ദിമഷ്കു. ആ വലിയ പട്ടണത്തിന്റെ പേര് ഡമാസ്കസ് എന്നാണ്. ഡമാസ്കസിനടുത്ത് അൽ ഗൂത്ത എന്ന ഗ്രാമത്തിൽ മുസ്ലിം പട്ടാളത്തിന്റെ ക്യാമ്പും ഉണ്ടാവും. അവിടെയാണ് പാശ്ചാത്യർ 9,60,000 പട്ടാളം വന്ന് തമ്പടിക്കുക. അതൊരു യുദ്ധവാ സുഹൃത്തുക്കളെ. ആ യുദ്ധം ഇന്നത്തതുപോലെ രാത്രി ബോംബിംഗ് ഒന്നുമല്ല. അന്നൊരു ബോംബും കാണൂല, അന്നൊരു മെഷീൻ ഗണ്ണും കാണൂല. അന്ന് കുതിരയും വാളും കുന്തവും കൊണ്ടായിരിക്കും. അത് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അല്ലക്കു, അവരെ ബന്ധിപ്പിക്കും. നേരം സന്ധ്യയാകുമ്പോൾ സുയൂഫഹും, അവരുടെ വാളുകളെ ബിസ്സൈത്തൂൻ, ഒലിവ് മരത്തിൽ തൂക്കിയിടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടൊരു ഒന്നും മനസ്സിലാകുന്നില്ല. റഷ്യ ഉക്രൈനെ അടിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഇതാ 4 മാസം കഴിഞ്ഞു. ഒക്ടോബർ 7 തുടങ്ങിയതാണ് ഫലസ്തീൻ ജൂത ഇഷ്യൂ. ആയുധങ്ങളൊക്കെ തീരണ്ടേ? അത് തീരാൻ വേണ്ടി അള്ളാഹു ചെയ്യുന്ന തർത്തീബ് അല്ലേ ഉസ്താദ് ഇപ്പൊ നടക്കുന്നത്? ആണോ? അല്ലേ? നമ്മൾ ഓരോന്ന് ഇതൊക്കെ കാണും. നോക്കൂ, ഫലസ്തീനുകളെ സഹായിക്കാൻ ഹൂത്തികൾ അല്ലേ? ഹൂസ് എന്നാട്ടോ, 3 പുള്ളിയുള്ള ആണ് ഹൂത്തികൾ എന്നാ പറയേണ്ടത്. പിന്നെ ഹിസ്ബുല്ല, അലാ ഇന്ന ഹിസ്ബുല്ല അല്ലേ? നോക്കൂ, കടല് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. ബർറിലും കരയിലും കടലിലും ഫസാദ് വ്യാപകമായി. അമേരിക്കൻ അടിച്ചോണ്ടിരിക്കുകയാണ്. എത്ര കപ്പലുകളാ തകർക്കുന്നത് അല്ലേ? ഇൻഷാ അല്ലാഹ് ഈ യുദ്ധത്തിൽ ആര് ജയിക്കും? ഇസ്രായേൽ ജയിക്കുവോ അതോ ഫലസ്തീൻ ജയിക്കുവോ? ഫലസ്തീൻ ജയിച്ച് നിൽക്കുകയാ. എവിടെയെങ്കിലും ഒരു 10 ഹമാസിന്റെ ഡെഡ് ബോഡി നിങ്ങൾ കണ്ടോ? ഇത്രയും ദിവസത്തിനുള്ളിൽ കണ്ടോ? 10 ഹമാസിനെ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടോ? യുദ്ധം തുടങ്ങി ഒറ്റ ദിവസം കൊണ്ട് ഹമാസിനെ ഞങ്ങൾ തുടച്ചു നീക്കും, ഗസയെ ആളില്ല തുരുത്താക്കും, എന്തൊക്കെ പറഞ്ഞ് 4 മാസം കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഹമാസിന്റെ തുരങ്കം പോലും അവർക്ക് കണ്ടെത്താനോ ബന്ദികളെ മുഴുവനായി മോചിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഭൂമിയിൽ നിന്ന് 20 മീറ്റർ താഴെയാണ് അങ്കബൂത്ത് പോലെ, ചെലന്തി വല പോലെ ഈ ടണല്. ഇതിനകത്തോട്ട് നമ്മളെങ്ങാനും കയറിയാണ്ടല്ലോ വട്ട് പിടിക്കുമെന്നാ പറയുന്നത്. കാരണം അങ്ങോട്ടൊരു റോഡ് ഇങ്ങോട്ടൊരു റോഡ്. ഇത് ഹമാസിന് തെറ്റുകയില്ല. അതിനകത്ത് ബാത്റൂം, AC, കോൺഫറൻസ് ഹാള് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തിന്? റെയിൽ വരെ ഉണ്ട്. കൊച്ചു ട്രെയിൻ പോകാൻ, കാറ് പോകാനും ഓട്ടോ പോകാനും ഒക്കെ ഉള്ള വിശാലമായ തുരങ്കം. എൻ്റെ പൊന്നു ഹബീബേ, അവരെയാണ് നമ്മുടെ പത്രങ്ങൾ
മനോരമയും മാതൃഭൂമിയൊക്കെ തീവ്രവാദികൾ, ഭീകരവാദികളെന്ന് വിളിക്കുന്നത് ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്ന ഹമാസിൻ്റെ മക്കളെ ഭീകരവാദി എന്ന് വിളിക്കാവോ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ രക്തം കൊടുത്തില്ലേ? ഇല്ലേ? എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് പടപൊരുതിയില്ലേ? ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിങ്ങൾ ഈ ഹദീസുകൾ ശ്രദ്ധിക്കുകയും. രണ്ടാമത് ഇങ്ങനെ ഒരു യുദ്ധം നടക്കും, അത് 4 ദിവസം നീണ്ടു നിൽക്കും. 4 ദിവസം. നാലാമത്തെ ദിവസത്തിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നഹദ ഇലൈഹിം ബഖിയത്തു അഹ്ലിൽ ഇസ്ലാം. മുസ്ലിം സേന ആർത്ത് എരമ്പി ശത്രുവിന്റെ മേൽ ചാടി വീഴും. ഹത്താ യജഅലുല്ലാഹു ദീറത അലൈഹിം. അള്ളാഹു അവരെ പരാജയപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടയാൾ ഇമാം മഹ്ദിയ റളിയല്ലാഹു അൻഹു. ഇമാം മഹ്ദി വന്നാൽ യംലികു 7 സിനീൻ, 7 കൊല്ലം അധികാരത്തിലിരിക്കും. അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 9 എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുണ്ട്. ഇസ്മുഹു ഇസ്മി, ആ മഹാന്റെ പേര് എൻ്റെ പേരാണ്. വസ്മു അബീഹി ഇസ്മു അബി, അവരുടെ ബാപ്പയുടെ പേര് എൻ്റെ ഉപ്പയുടെ പേരുമാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹിൽ ഹസനി കണ്ടോ? ഫാത്തിമത്തു സഹറയുടെ പുത്രൻ, അലിയാർ തങ്ങളുടെ പുത്രൻ ഹസൈനാറിന്റെ പരമ്പരയിലാണ് ഇമാം മഹ്ദി വരേണ്ടത്. സയ്യിദാണ് ഇമാം മഹ്ദി, അഹ്ലുബൈത്ത. ഇനി 3ാമത്തെ അടയാളം എന്താണെന്നറിയോ? ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട 3ാമത്തെ അടയാളം എന്താ? അതൊരു ഭയങ്കര അടയാളമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യകൂനു ഇഖ്തിലാഫുൻ ഇൻദ മൗതി ഖലീഫ. ഒരു ഖലീഫ മരിക്കും, ആ ഖലീഫയുടെ മരണശേഷം അധികാരത്തിന് വടംവലിയുണ്ടാകും. ആ സമയത്ത് യഖ്റുജു റജുലുൻ മിൻ അഹ്ലിൽ മദീന ഹാരിബൻ ഇലാ മക്ക, മദീനയിൽ നിന്നൊരാൾ ഓടും, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ വന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കയറിയിരിക്കും. ഫയഅതൂനഹു ഉനാസു മക്ക, മക്കക്കാര് വന്നുകൊണ്ട് ഫയുഖ്രിജൂനഹു ഫയുബായിഊന ബൈനർ റുക്നി വൽ മക്കാം. മക്കക്കാര് വന്നിട്ട് ആ മഹാനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ബൈഅത്ത് ചെയ്യും. മനസ്സിഷ്ടപ്പെടാതെ, വഹുവ കാരിഹുൻ എന്ന ഹദീസിലുണ്ട്, അനിഷ്ടത്തോടുകൂടി ബൈഅത്ത് നടക്കും. ഒരു ഹദീസിൽ വരുന്നുണ്ട്, അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത് യുസ്ലിഹുല്ലാഹു ഫീ ലൈല. ഇമാം മഹ്ദി അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. അല്ലാഹു ഇമാം മഹ്ദിയെ പക്വതപ്പെടുത്തും ഒറ്റ രാത്രി കൊണ്ട് അധികാരമേറ്റെടുക്കാൻ. ഒരു രാത്രിയിലാണ് ഈ ദൗത്യത്തിന് ഇമാം മഹ്ദി അർഹനാകുന്നത്. ഒരു രാത്രിയിലാണ് ജനിച്ച്. മൗലിദുഹു മദീനത്താ ജനിക്കുന്നത്. 40 വർഷം വളരുമ്പോഴും ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാനുണ്ട് എന്ന് മഹാന് ബോധ്യമില്ല. 40ാമത്തെ വയസ്സിലാണ് അള്ളാഹു ഒരു രാത്രിയിലാണ് ഈ ദൗത്യം കൊടുക്കുക. അതൊരു ദൗത്യമാ കണ്ടോ? ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യക്സുറൽ മാലു വയഫീല. സമ്പത്ത് വർദ്ധിക്കാതെ, പൈസ ഒഴുകാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. എവിടെയും പൈസ ഒഴുകും. ലാ തഖൂമു സ്സാഅതു ഹത്താ തഊദ അർളുൽ അറബി മുറൂജൻ വഅൻഹാറാ. ലോകം അവസാനിക്കുകയില്ല, അറേബ്യയുടെ മരുഭൂമി ആയിത്തീരും. മുറൂജൻ വഅൻഹാറാ, പച്ചപ്പ് പിടിച്ച മരുപ്പച്ചയായി മാറും. നദികളും ഉണ്ടാകും. മനസ്സിലാക്കണേ, ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് അറേബ്യയിലെ 17% ഇപ്പൊ പച്ചപ്പ് പിടിച്ചതായി. സൗദിയിലെ മലകളിലൊക്കെ ഇപ്പൊ പച്ച കളറാ. അവിടെയൊക്കെ ചെറിയ ചെറിയ നദികൾ ഒഴുകാൻ തുടങ്ങി. മനസ്സിലായോ? ഇനി ഒരു ഹദീസും കൂടി ഉണ്ട്, അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇദാ റഅയ്തുമൂ, നിങ്ങൾ ഇമാം മഹ്ദിയെ കണ്ടാൽ ഫബായിഉ, നിങ്ങൾ ബൈഅത്ത് ചെയ്യണേ. ഇമാം മഹ്ദി വന്നാൽ നിങ്ങൾ ബൈഅത്ത് ചെയ്യണം കേട്ടോ. നിങ്ങളെ തീവ്രവാദിയായിട്ട് ഗവൺമെന്റ് ഒന്നും പിടിക്കൂല. അന്നത്തെ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ടാവും. സേമിയാണോ ചായയാണോ? ഫൈദാ റഅയ്തുമൂ, നിങ്ങൾ ഇമാം മഹ്ദിയെ കണ്ടാ ബൈഅത്ത് ചെയ്യണേ. വലൗ ഹബ്വൻ അല സൽജ്. എന്താ ഈ ഹദീസിന്റെ അർത്ഥം? ഉസ്താദ്മാർ പറയട്ടെ. വലൗ ഹബ്വൻ അല സൽജ്,
മഞ്ഞിൻ്റെ മുകളിലൂടെ മുട്ടിലെടഞ്ഞെങ്കിലും. നോക്കൂ, ഇമാം മഹദി വരേണ്ട സ്ഥലങ്ങളൊക്കെ ഇപ്പം മഞ്ഞുകട്ട പിടിച്ച് കിടക്കുകയാ മലകളിൽ. ഈ അടുത്ത് എല്ലാ ചാനലും അത് കാണിച്ചു. ഉണ്ടോ? ഇമാം മഹദി വരാറാവുമ്പോൾ ആദ്യം സ്വീകരിക്കേണ്ടവര് മഞ്ഞുകട്ടയുടെ മുകളിലൂടെ പോയി ബൈഅത്ത് ചെയ്യുന്നത് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. കാലാവസ്ഥ പോലും അതിന് അല്ലാഹു അനുകൂലമാക്കിക്കൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി മറ്റൊരു റിവായത്തിൽ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, യഖ്തതിലു ഇൻദ കൻസികും സലാസ. ശ്രദ്ധിക്കണേ, ഈ ഹദീസ് ശ്രദ്ധിക്കണം. യഖ്തതിലു ഇൻദ കൻസികും, നിങ്ങളുടെ നിധിയുടെ അടുക്കൽ യുദ്ധം ചെയ്യും സലാസത്തുൻ, 3 പേര്. കുല്ലുഹും ബനി ഖലീഫ, 3 പേരും ഒരു രാജാവിൻ്റെ മക്കളാണ്. സുമ്മ ലാ യഊദു ഇലാ വാഹിദിൻ മിൻഹും, ഈ 3 രാജകുമാരന്മാർക്കും അധികാരം കിട്ടുകയില്ല. നിങ്ങളെ നിധിയുടെ അടുക്കൽ 3 പേര് യുദ്ധം ചെയ്യും. അവർ 3 പേരും ഒരു രാജാവിൻ്റെ മക്കളാണ്. ഞാൻ ഈയിടെ കഴിഞ്ഞ മാസം ഒരു ഉംറയ്ക്ക് പോയി. ഉംറ വിത്ത് നിക്കാഹ്, ഒരു നിക്കാഹിൽ പങ്കെടുക്കാൻ ഹറമിൽ വെച്ചായിരുന്നു നിക്കാഹ്. അവിടെ വെച്ച് ഞാനൊരു അറബിയെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഈ നിധിയുള്ള രാജ്യം ഏതാ? അത് ഇത് തന്നെ. അപ്പോൾ ഹദീസിലുണ്ട് ഇന്ദ കൻസിക്കും ഐ കൻസിൽ കഅബ എന്നൊരു തഫ്സീർ പറയുന്നുണ്ട്. കഅബയാകുന്ന നിധിക്ക് വേണ്ടി 3 പേര് യുദ്ധം ചെയ്യും. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ ഖലീഫ ആരാ? സൽമാൻ. സൽമാൻ എത്ര മക്കളാ? 3 ആൺപിള്ളേര്. അല്ലാ, ഇനിയിപ്പോൾ നാളെ എന്നെ ഉംറയ്ക്ക് വിടൂല. കാരണം ഇതൊക്കെ ഇപ്പോൾ സൗദിയിൽ എത്തിയാലുണ്ടല്ലോ അല്ലേ. സൽമാനാണ് ഇപ്പോഴത്തെ ഖലീഫ. സൽമാന് 3 ആൺപിള്ളേരാണുള്ളത്. ഇപ്പോഴത്തെ വലിയുൽ അഹദ് മുഹമ്മദ് ബിൻ സൽമാനാണ്. അപ്പോൾ രാജാവിൻ്റെ മരണത്തോടനുബന്ധിച്ച് 3 മക്കൾ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തും. 3 പേർക്കും അധികാരം കിട്ടുകയില്ല. ആ സമയത്ത് മദീനത്തുനിന്ന് ഒരാൾ ഓടി വരും, മക്കയിൽ വന്ന് അഭയം തേടും. ആ ബഹുമാനപ്പെട്ട വ്യക്തിത്വമാണ് ഇമാമുന വസയ്യിദുന മഹ്ദി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല മഹ്ദി ഇമാമിനെ കാണാനും ബയ്യത്ത് ചെയ്യാനും പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. ഇമാം മഹ്ദി വന്നാൽ ആദ്യം എതിർക്കുന്ന ആരാന്നറിയോ? ആരാ? നിങ്ങൾ തന്നെയാണ്. നിങ്ങളെന്ന് പറയാൻ മലപ്പുറംകാരെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഗൾഫുകാരാദ്യം എതിർക്കും. ഉണ്ടോ? തഹ്സൂന ജസീറത്തൽ അറബ്, ഇമാം മഹ്ദിയും വിശ്വാസികളും അറേബ്യൻ ഉപദ്വീപിനോട് യുദ്ധം ചെയ്യും. അല്ലാഹു അവിടെ വിജയം കൊടുക്കും ഇമാം മഹ്ദിക്ക്. രണ്ടാമത്തെ യുദ്ധം തഹ്സൂന ഫാരിസ, ഇറാനോടാണ്. ഇമാം മഹ്ദി ഇറാനെ പരാജയപ്പെടുത്തും, അല്ലാഹു ഫതഹ് കൊടുക്കും. പിന്നീട് യുദ്ധം ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സുമ്മ തഹ്സൂന റോം, റോമയോടാണ്, ഇറ്റലിയോടാണ്, പാശ്ചാത്യ നാടുകളോടാണ്. അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. നാലാമത് യുദ്ധം ചെയ്യുന്നത് സുമ്മ തഹ്സൂന ദജ്ജാൽ, ദജ്ജാലിനോടാണ്. അതായത് ദജ്ജാൽ വന്നാൽ വരാൻ കാത്തിരിക്കുന്നതും സഹായിക്കുന്നതുമായ ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇസ്രയേൽ ഉണ്ടോ? മുത്തുനബി പറയുകയാണ്, യത്ബഉ ദജ്ജാല 70,000 മിൻ യഹൂദി ഇസ്ഫഹാൻ. ഇസ്ഫഹാൻ എന്ന നാടുണ്ട്. ആ നാട്ടിലെ 70,000 ജൂതന്മാർ ദജ്ജാലിന്റെ പട്ടാളത്തിലേക്ക് ചേരും. അലൈഹിമുത്തൈലസാൻ, അവരുടെ തലയിൽ ഒരു തരം ഷാളുണ്ട്. ഈ ഷാളല്ല, ജൂതന്മാരുടെ ഷാള് കാണണമെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് കാണാൻ പോയാൽ മതി. ഇപ്പം പോകണ്ട കേട്ടോ, ഇപ്പം യുദ്ധം നടക്കുകയാണ്, വിടൂല. ശാന്തമാകുമ്പോൾ പോയിക്കോളി. നമുക്കൊക്കെ പോകാൻ തൗഫീഖ് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നരസിംഹറാവു പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ്. ആ ചങ്ങാതി ഇസ്രയേലുമായിട്ട് ഡിപ്ലോമാറ്റിക് ബന്ധം സ്ഥാപിച്ചത് കൊണ്ടാണ്. സൗദിക്ക് അബ്ദുറഹ്മാൻ സുദൈസിക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നരസിംഹറാവിന് വേണ്ടി ദുആ ചെയ്യണമെന്നോ? ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച നരസിംഹറാവു, അതുകൊണ്ട് നമുക്കൊക്കെ ബൈത്തുൽ മുഖദ്ദസിൽ പോകാൻ പറ്റുന്നു, അതുകൊണ്ട് നരസിംഹറാവിന് ദുആ ചെയ്യണമെന്നാണോ? അല്ല. അതൊക്കെ അല്ലാഹു തആല സുൽത്താനുൽ ഹിന്ദിൻ്റെ ബർക്കത്ത്, ഖാജ ഗരീബ് നവാസിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കയ്യിൽ 1,25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഫലസ്തീനിൽ പോവാം, അല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പോകണം. പോയാൽ മാത്രം പോരാ, നാട്ടുകാരെ ഒക്കെ നിങ്ങൾ കാടിളക്കി കൊണ്ടുപോകണം. നമ്മുടെ ഹറമല്ലേ? അതെന്താ നമ്മുടെ മുസ്ലിയാക്കന്മാരൊന്നും ബൈത്തുൽ മുഖദ്ദസിന്റെ ഫളായിൽ പറയാത്തത്? 17 മാസം തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച ആദ്യത്തെ ഹറമാണ് നമ്മുടെ. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും. മൈമൂന ബീവി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ അഫ്തിനാ ഫീ ബൈത്തുൽ മഖ്ദിസ്,
ബൈത്തുൽ മുഖദ്ദസിന്റെ ചരിത്രം പറയൂ നബിയെ. ഫൈന്നഹു അർളുൽ മഹ്ശരി വൽ മൻശർ. അവിടെയാണ് മഹ്ശറ, അവിടെയാണ് മഹ്ശറ, അവിടെയാണ് ഉത്ഥാനം, എഴുന്നേക്കുന്നത് എല്ലാവരും. ഇൻഷാ അല്ലാഹ് അത് കാണണ്ടേ?